ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2 വെജ് റെസിപ്പീസ് തയ്യാറാക്കാം. പാവയ്ക്ക മസാലയും പീച്ചിങ്ങ കറിയും. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് പീച്ചിങ്ങ കറി തയ്യാറാക്കാം. പീച്ചിങ്ങ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ നാട്ടിൽ പീച്ചിങ്ങക്ക് താലോലിക്ക എന്നാണ് പറയുക. നമ്മളൊക്കെ താലോലിക്ക എന്നാണ് കേട്ടോ പറയാറ്. ചെറിയ കഷ്ണങ്ങളാക്കിയ പീച്ചിങ്ങ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ചിട്ട് 2-3 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പീച്ചിങ്ങ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. വെള്ളം ആവശ്യമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പീച്ചിങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. പീച്ചിങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. വേവിച്ചെടുത്ത പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ആദ്യം തന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. പരിപ്പിലേക്ക് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കാതെ വേവിച്ചെടുത്തതാണ്. പരിപ്പ് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പരിപ്പ് ചേർത്തിട്ട് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ അരപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തിക്കായിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക്. ഞാനിതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മാത്രമല്ല കറി തയ്യാറായതിന് ശേഷം ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സമയത്തും ചൂടുവെള്ളം ചേർത്തിട്ട് കുറച്ച് ലൂസാക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. കറി ഇവിടെ ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് കടുക് വറുത്തിടേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ചുവന്നുള്ളി മൂപ്പിച്ചത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു 2-3 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 2-3 വറ്റൽ മുളകൊക്കെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചുവന്നുള്ളി ഇവിടെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പീച്ചിങ്ങ കറി, താലോലിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ്. പരിപ്പ് മാത്രം ചേർത്തിട്ടും ഈ കറി തയ്യാറാക്കിയെടുക്കാം. തേങ്ങ അരപ്പ് ഒഴിവാക്കിയിട്ട് പരിപ്പ് മാത്രം ചേർത്ത് തയ്യാറാക്കാം. അതുപോലെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ കൂടി ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് കടക്കാം. അടുത്തതായിട്ട് പാവയ്ക്ക മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ 2 സവാളയൊക്കെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. സവാളയുടെ കളർ നന്നായിട്ട് അങ്ങ് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 1-2 തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം.
തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ റോസ് സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഒരു വലിയ പാവയ്ക്കാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ പാവയ്ക്ക മസാലയുമായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ചെറിയൊരു നെല്ലിക്കയുടെ സൈസിലുള്ള പുളിയിലേക്ക് 1/2 കപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചുകൊണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ ഒരു സമയത്ത് വെള്ളമൊക്കെ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല. ചൂടുവെള്ളമോ ഇളം ചൂടുവെള്ളമോ ചേർത്ത് കൊടുക്കാം. അങ്ങനെ പാവയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഈ ഒരു പാകത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കയ്പൊട്ടുമില്ലാത്ത പാവയ്ക്ക മസാലയൊന്നുമല്ല, എന്നാൽ കയ്പിത്തിരി കുറവൊക്കെയാണ്. പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. പാവയ്ക്ക കഴിക്കാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. നമ്മുടെ 2 വെജ് റെസിപ്പീസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്